ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. മാമ്പഴക്കാലമാണ്, മാങ്ങയൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നല്ല ഹെൽത്തിയാണ്, കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 400 ഗ്രാമോളം വരും. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം, പുളി ഒട്ടും ഉണ്ടാവാൻ പാടില്ല. കുറച്ചെങ്കിലും പുളിയുള്ള മാങ്ങയാണെങ്കിലും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അധികം ടേസ്റ്റ് കാണില്ല കേട്ടോ. നല്ല പഴുത്ത മാങ്ങ എടുക്കുക. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തോലൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. അപ്പം പിന്നെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിലും കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 250 ml ആണ്. ഇതൊട്ടും വെള്ളം ചേർക്കാത്ത പാലാണ് കേട്ടോ. ഞാൻ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് മിൽക്ക് ഷേക്ക് അടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാല് മാത്രം ഒഴിച്ചിട്ട് തന്നെ അടിച്ചെടുക്കുക. ആദ്യമേ മൊത്തം പാൽ ഒഴിക്കേണ്ട, കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. ഞാൻ തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് അതിട്ടിട്ട് അടിച്ചെടുത്താലും മതി. വേണമെങ്കിൽ ഐസ് ക്യൂബും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഐസ്ക്രീം ഒന്നും ചേർക്കാതെ തന്നെ ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.